80ാം സ്വാതന്ത്ര്യദിനത്തിൽ മുൻകാലങ്ങളിലും വ്യത്യസ്തമായി രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് അതിരുകളില്ലാത്ത ദേശഭക്തി കൂടിയാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഭീതിയുടെയും നിശബ്ദതയുടെയും അന്തരീക്ഷമായിരുന്ന കശ്മീർ താഴ്വരകളിൽ ഇന്ന് ദേശീയ പതാക വാനോളം ഉയർന്നു പറക്കുന്നു. ചുവപ്പ് ഭീകരതയുടെ നിഴലിലായിരുന്ന മാവോയിസ്റ്റ് മേഖലകളിലും ജനങ്ങൾ ഭയം വെടിഞ്ഞ് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുകയാണ്. ഭാരതത്തിന്റെ ചരിത്രത്താളുകളിൽ പുതിയൊരു സ്വാതന്ത്ര്യഗാഥ കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. UPA ഭരണകാലത്ത് കാശ്മീരിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് പോലും വെല്ലുവിളിയായിരുന്ന സ്ഥാനത്താണ് ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ വരെ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക വാനോളം ഉയർന്നു പറക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ശക്തമായ ഭരണ നേതൃത്വവും സുരക്ഷാ നയങ്ങളുമാണ് കശ്മീരിൽ മാറ്റത്തിന്റെ വിത്തുകൾ പാകിയത്. ഒരു കാലത്ത് ഭീകരവാദികളുടെ ഭീഷണി കാരണം വിജനമായിരുന്ന വീഥികളിൽ നിന്ന് കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെ വന്ദേ ഭാരതം മുഴക്കി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ അണിനിരക്കുന്നു. മാവോയിസ്റ്റ് ചുവപ്പ് ഭീകരതയുടെ ആസ്ഥാനമായിരുന്ന ഛത്തീസ്ഗഡിലെ ബസ്തറിലും മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിലും ദൃശ്യമായത് സമാനതകളില്ലാത്ത ദേശഭക്തി തരംഗമാണ്. വനവാസി മേഖലകളെ വികസനത്തിലേക്കും പ്രധാന ധാരയിലേക്കും എത്തിച്ച NDA സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ മാവോയിസ്റ്റ് സ്വാധീനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. തോക്കിൻ മുനയിൽ രാജ്യത്തെ ഭയപ്പെടുത്താൻ നോക്കിയ ശക്തികൾക്ക് മുന്നിൽ ദേശീയതയുടെയും ആത്മനിർഭർ ഭാരതിന്റെയും കരുത്തുമായി മോദി സർക്കാർ നിലയുറപ്പിച്ചപ്പോൾ ഹിമാലയ സാനുക്കൾ മുതൽ ദണ്ഡകാരുണ്യം വരെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം വൻ ജനപങ്കാളിത്തത്തോടെ ചരിത്ര വിജയമായി മാറി. ജനം, ഡൽഹി.